ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. പരിശുദ്ധാത്മാവ് എന്ന ആ വിഷയം, ആ വ്യക്തി, ആ പേഴ്സൺ, ആ പവർ ഹൗസിനെ കുറിച്ച് ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ പഠിച്ചു വരികയായിരുന്നു. ഇന്ന് 4-ാമത്തെ എപ്പിസോഡാണല്ലോ. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നിങ്ങളിൽ പലരും അറ്റൻഡ് ചെയ്തുവെന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെ അറ്റൻഡ് ചെയ്തവർക്ക് കർത്താവ് ചില അനുഭവങ്ങൾ കൊടുത്തുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തിയാൽ അത് ദൈവനാമ മഹത്വത്തിന് ഇടയാകും. സ്തോത്രം. ജോൺ വെസ്ലി, പ്രസിദ്ധനായ സുവിശേഷകനായ ജോൺ വെസ്ലിയെക്കുറിച്ച് കേൾക്കാത്തവരാരും ഈ സുവിശേഷ ഗോളത്തിൽ കാണുകയില്ല. ജോൺ വെസ്ലിയുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായ ആ ശുശ്രൂഷ. അവിടെ ഒരു സത്രം സൂക്ഷിപ്പുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുവിശേഷം കേൾക്കുന്നതൊന്നും അത്ര താല്പര്യമില്ല. അദ്ദേഹത്തിന് സംഗീതം കേൾക്കുന്നത് ഇഷ്ടമാണ്. ഈ മീറ്റിങ്ങിന് മുമ്പ് കുറേ സമയം സംഗീത ശുശ്രൂഷയുണ്ട്. അദ്ദേഹം മീറ്റിങ്ങിന് നേരത്തെ വരും ഈ സംഗീതം കേൾക്കാൻ. അങ്ങനെ അദ്ദേഹം സംഗീതം കഴിഞ്ഞ് വചന ശുശ്രൂഷ തുടങ്ങുമ്പോൾ അദ്ദേഹം അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ചെവിയിലിടും, ചെവി അടച്ചു പിടിക്കും. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പോവുകയില്ല, അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഈച്ച അദ്ദേഹത്തിൻ്റെ മൂക്കിൽ വന്നിരുന്നു. പെട്ടെന്ന് ഈ ഈച്ചയെ തട്ടിക്കളയുവാനായി അദ്ദേഹം കൈ കാതിൽ നിന്നെടുത്തപ്പോൾ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കേട്ടത്, ജോൺ വെസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതായിരുന്നു അദ്ദേഹം കേട്ടത്. ആ ഒരു വചനം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് അല്ല. വെളിപ്പാട് പുസ്തകത്തിൽ ആസിയയിലെ 7 സഭകളോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുമ്പോൾ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദൈവവചനത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ തിരുവചനം, ആ തിരുവചനത്തിൻ്റെ ശക്തി ആ സത്രം സൂക്ഷിപ്പുകാരനെ സ്വാധീനിച്ചു. അദ്ദേഹം അന്ന് കടന്നുപോയി. പിറ്റേ ദിവസം അദ്ദേഹം ഉത്സാഹത്തോടെ പ്രാർത്ഥന യോഗത്തിന് കടന്നു വന്നു. അദ്ദേഹം സംഗീതം കേൾക്കാനായിട്ട് വേണ്ടി മാത്രമല്ല വന്നത്, അന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നു. ഭാഗ്യമായി പോയി. അന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഞാൻ ജോൺ വെസ്ലിയുടെ കാലത്ത് നടന്ന ഈ ഒരു സംഭവം വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ സ്വാധീനമുണ്ടാകും. വചനത്തിൻ്റെ സ്വാധീനം. വചനം നമ്മോട് ഇടപെടും. വചനം നമ്മുടെ സ്വഭാവം മാറ്റും. വചനം നമ്മുടെ പ്രകൃതം മാറ്റും. പാരമ്പര്യമായി തലമുറകളായി പകർന്നു വന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ചില സ്വഭാവങ്ങൾ, ദൈവം ദുഃഖിക്കുന്ന ചില സ്വഭാവങ്ങൾ, ഒരുപക്ഷെ മനുഷ്യരും വേദനിക്കുന്ന, അല്ലെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില പ്രകൃതങ്ങൾ പോലും മാറി ഒരു പുതിയ സ്വഭാവം, ഒരു ബ്രാൻഡ് ന്യൂ പേഴ്സണാലിറ്റി തരുവാൻ ഈ തിരുവചനത്തിന് കഴിയുമെന്ന് ആമുഖമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മുതൽ 8:30 മണി വരെയുള്ള സമയം വചന പഠനത്തിനായി വേർതിരിച്ചിരിക്കുകയാണ്. വചനത്തിൽ അടിസ്ഥാനമിട്ട് വചനത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടമാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി. കർത്താവിന് സ്തോത്രം. വചനത്തിൽ നിന്നും വള്ളി പുള്ളി മാറാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആത്മീയ മർമ്മങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു എളിയ പ്രാർത്ഥനാ കൂട്ടായ്മയാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ്. കർത്താവിന് സ്തോത്രം. ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ വിഷയം തന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ലോകമെമ്പാടും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മനുഷ്യരെ വചനത്തിലേക്ക് ആകർഷിക്കുന്നു. കേൾക്കുന്ന വചനം അതവരെ ഹൃദയത്തിൽ ഗ്രഹിക്കാൻ കൃപ കൊടുക്കുന്നു. ആ വചനം അവരെ അനുതാപത്തിലേക്കും പാപബോധത്തിലേക്കും തുറന്ന് രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും പിന്നീട് അത് വിശുദ്ധീകരണത്തിലേക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുക എന്ന ആഴത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വഴി നടത്തുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട്
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പഠിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പഠിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പേരുകൾ, പരിശുദ്ധാത്മാവിനെ ഏതിനോടെല്ലാം ഉപയോഗിച്ചിരിക്കുന്നു, കുറേ കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഓരോ പുസ്തകങ്ങളിൽ 66 പുസ്തകങ്ങളുള്ളതായി ഈ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പേരുകളെ അടിസ്ഥാനപ്പെടുത്തി അതെല്ലാം വിവരിച്ചിട്ടുണ്ട് എന്ന് നാം പഠിച്ചു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പഠിച്ചു. എന്താണ് നാം വായിച്ചത്? കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് സൃഷ്ടി പ്രക്രിയയിൽ ഇടപെടുന്നതായിട്ട്, സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം വ്യാപരിക്കുന്നതായിട്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. നിത്യനായ ദൈവം പറയുകയാണ്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു വാണിംഗ് അല്ലേ? അതൊരു നിർദ്ദേശമല്ലേ? അത് നമുക്കുള്ള സമയം യൂട്ടിലൈസ് ചെയ്യുവാനുള്ള ഒരു ദൈവിക സന്ദേശമല്ലേ? മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ. ഹോളി ഈവിൾ ഹി ഈസ്, ഐ വിൽ ഗിവ് ഹിം 120 years ടു മെൻ ഹിസ് വേസ്. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ. എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യൽ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനിൽ അപമാനിതരാകാൻ ഞാൻ സമ്മതിക്കുകയില്ലെന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് എല്ലാവരോടും വാദിക്കുന്നു. സുവിശേഷ പ്രസംഗങ്ങളിലൂടെ, ബൈബിൾ വായിക്കുന്നതിലൂടെ, ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമകളോ കഥകളോ വായിക്കുന്നതിലൂടെ, പേഴ്സണൽ ഈവാഞ്ചലിസത്തിലൂടെ, ചില ബുക്കുകൾ വായിക്കുന്നതിലൂടെ, ചില ട്രാക്റ്റുകൾ വായിക്കുന്നതിലൂടെ, അങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സംസാരിക്കുന്നത്? ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷയിലേക്ക് വരുവാൻ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. ക്രിസ്തുവിനെ എല്ലാവരും സ്വീകരിച്ച് വ്യക്തിപരമായ രക്ഷയിലേക്കും ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്കും വരുവാനാണ് പരിശുദ്ധാത്മാവ് എല്ലാവരോടും സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, മൈ സ്പിരിറ്റ് മസ്റ്റ് നോട്ട് ഫോർ എവർ ബി ഡിസ്ഗ്രേസ്ഡ് ഇൻ മാൻ. എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിക്കുകയില്ലെന്ന്. സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ദൈവം നമ്മെ സന്ദർശിക്കുന്നൊരു കാലഘട്ടം. സന്ദർശനകാലം എന്നാണ് വേദപുസ്തകത്തിനെ സൂചിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലുണ്ട് സന്ദർശനകാലം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സന്ദർശിക്കുന്ന കാലം, ക്രിസ്തു നമ്മെ സന്ദർശിക്കുവാനായി വേർതിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഓരോരുത്തർക്കുമുണ്ട്. നീ തിരുവചനം കേൾക്കുന്ന നിങ്ങൾക്കുമുണ്ട്. വചനത്തോടൊരു ദാഹം, ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുക്കാനൊരു ഉത്സാഹം, ദൈവിക സാന്നിധ്യമുള്ള രംഗത്ത് ചെന്നിരിക്കാനുള്ള വലിയ ദാഹം, ദൈവമക്കളോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാൻ വലിയ ഉത്സാഹം, ഇങ്ങനെയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഉത്സാഹം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇതൊക്കെ സന്ദർശനകാലമാണ്. ക്രിസ്തു നമ്മെ സന്ദർശിക്കുന്ന കാലം, വചനം നമ്മെ തൊടുന്ന കാലം. ആ കാലങ്ങളിൽ വചനം വായിക്കുമ്പോൾ നാം ഇരുന്ന് കരഞ്ഞു പോകും. ദൈവത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നാം ഊറ്റി കുടിച്ചുകൊണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ കരയും, ഇടയ്ക്ക് ചിലപ്പോൾ കർത്താവിനെ സ്തുതിക്കും. ഒരു വലിയ സ്വർഗീയ അനുഭൂതി നാം അനുഭവിക്കും. പക്ഷേ ആ കാലഘട്ടം അത് ഏറ്റവും പ്രയോജനമുള്ളതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കാലഘട്ടങ്ങളിൽ നാം ചില തീരുമാനങ്ങൾ എടുക്കണം, നല്ല ആഴമുള്ള തീരുമാനങ്ങൾ. എന്താ തീരുമാനം? ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ യേശുവിനെ സ്നേഹിക്കും, ഞാൻ യേശു ദുഃഖിക്കുന്ന ഒരു പാപത്തിനും ഞാൻ അടിമപ്പെടുകയില്ല, ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കും, എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളോട് യാത്ര പറഞ്ഞ്
ഇനി പാപം വരാതെ, മനസ്സറിഞ്ഞൊരു പാപം വരാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. അഥവാ ഒരു പാപം എൻ്റെ ജീവിതത്തിൽ വന്നാൽ ദൈവവചനപ്രകാരം ഞാൻ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കും. ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും. ഞാനും യേശുവിൻ്റെ വേല ചെയ്യും. യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ വിഭവങ്ങൾ, എൻ്റെ സ്വാധീനം, എൻ്റെ ശബ്ദം, എനിക്കുള്ളതെല്ലാം ഞാൻ യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കും. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതാണ് സന്ദർശനകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ അവഗണിക്കാം. ആരും നമ്മെ ബലവന്തം ചെയ്യുന്നില്ല. ദൈവം നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മുടെ മേലത് അടിച്ചേൽപ്പിക്കില്ല, ഇമ്പോസ് ചെയ്യുകയില്ല. നമുക്ക് സ്വാതന്ത്ര്യം തരും. ഈ സ്വാതന്ത്ര്യം നാം പ്രയോജനപ്പെടുത്തുക, സന്ദർശനകാലം പ്രയോജനപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു യെരുശലേമിനെ നോക്കി കരയുന്നുണ്ട്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലിക്കുകയും തൻ്റെ അടുക്കൽ വരുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തൻ്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്തണയ്ക്കുന്നത് പോലെ നിന്നെ എൻ്റെ ചിറകിൽ ചേർത്തണയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. സന്ദർശനകാലം, നീ നിൻ്റെ സന്ദർശനകാലം അറിയായികയാൽ നിൻ്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ ഞെരുക്കി നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം തകർത്ത് കളയും. ഇതൊരു വാണിയാണ്. ദൈവം നമുക്ക് തരുന്ന സന്ദർശനകാലം നാം ഉപയോഗിച്ചാൽ, അത് ഈ പ്രയോജനപ്പെടുത്തിയാൽ ആത്മീയമായി നമുക്ക് വളരാം. അതോടൊപ്പം ഭൗതികമായ അഭിവൃദ്ധിയിലേക്ക് നമുക്ക് വരാൻ കഴിയും. ചില ദൈവമക്കൾ നല്ല തുടക്കം ഈ സന്ദർശനകാലം ഉപയോഗിച്ചു. ദൈവം സന്ദർശിച്ചു. ഒരു ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ്, ബ്രൈഡൽ ലവ് എന്നൊക്കെയാണ് പറയുന്നത്. ദൈവം സന്ദർശിക്കുമ്പോൾ നാം ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ സന്തോഷം ലഭിക്കും. പക്ഷേ അല്പം മുന്നോട്ട് പോകുമ്പോൾ പിശാചിൻ്റെ ചില പോരാട്ടങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തണുത്ത് പിന്നോട്ട് മാറി, തണുത്തുറഞ്ഞ്, അല്പം തീയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീയൊക്കെ ഒന്ന് മങ്ങി, തീയുടെ മുകളിൽ ചാരമൊന്ന് മൂടി, എങ്കിലും അല്പം തീ അകത്തുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ തീയും കെട്ട് കരിക്കട്ടയുടെ അനുഭവത്തിലേക്ക് പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എന്നും ലഭിച്ച തീ ഊതി ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം. ഈ ദൈവിക തീ ഊതി കത്തിക്കുന്ന ഉപാധികൾ ഏതെല്ലാമാണ്? അത് ആരാധനയാണ്, നന്ദിയാണ്, കർത്താവിനെ സ്തുതിക്കുന്നതാണ്. അതിനെല്ലാം നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ ആത്മാവ് സദാകാലവും, ഇപ്പം ഒന്ന് പരിശുദ്ധാത്മാവ് വാദിച്ചു, ഇനി എന്നും വാദിച്ചുകൊള്ളൂ, അതുകൊണ്ട് സാരമില്ല എന്നുള്ള ഒരു കംപ്ലൈസൻ്റ് മനോഭാവത്തോടെ നാം ഇരിക്കരുതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇവിടെ ദൈവം പറയുകയാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, പക്ഷേ എൻ്റെ ആത്മാവ് സദാകാലവും വാദിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വാദിക്കുന്ന ചില സമയങ്ങൾ നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ചിന്തിച്ചത്, 2-ാം വാക്യത്തിൽ ചിന്തിച്ചത്, പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുവെന്ന്. പരിവർത്തിക്കുന്നു, സൃഷ്ടിപ്പ് നടത്തുന്നു പരിശുദ്ധാത്മാവ്. 2, പരിശുദ്ധാത്മാവ് നമ്മോട് വാദിക്കുന്നു. ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ പിന്നാലെ നിന്ന് ഒരു സ്വർഗീയ പ്രാവ് തങ്കച്ചിറകടി കേൾപ്പിച്ച് നമ്മുടെ പിന്നാലെ നടക്കുന്നു. എന്നും ഈ പരിശുദ്ധാത്മാവ് മകനെ, പരിശുദ്ധാത്മാവ് പ്രിയമകളെ, നിൻ്റെ മേൽ വരുമെന്ന്, നിൻ്റെ കൂടെ നിൽക്കുമെന്ന്, നിൻ്റെ രക്ഷയിലേക്ക് നയിക്കുവാൻ നിനക്ക് വേണ്ടി വാദിക്കുമെന്ന് നീ ചിന്തിക്കരുത്. ഇന്ന് നിന്നോട് വാദിക്കുന്ന സമയം അത് പ്രയോജനപ്പെടുത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയ യൗവനക്കാരെ, വാർദ്ധക്യത്തിലെത്തിയ പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞു കുട്ടികളെ, യൗവനക്കാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ചിലരോട് വാദിക്കുകയാണ്. മോനെ, എൻ്റെ ജീവിതം യേശുവിന് കൊടുക്ക്. കൂട്ടുകെട്ടിലേക്ക് പോകല്ലേ, ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് നശിച്ചു പോകല്ലേ. നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. നിന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ, നിന്നിലൂടെ ഈ ഭൂമിയിൽ തൻ്റെ വേല നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി കാത്തിരുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് വാദിക്കുകയാണ്, ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുത്താൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഇതാണ് 2-ാമത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ഏതാണത്? ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യം. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാമതായി 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായും പ്രകടമായും ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ഉൽപ്പത്തി 1:2, 2 ഉൽപ്പത്തി 6:3. ഇനി മൂന്നാമത് ഏതാണ് നമുക്കൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യം. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഫറവോൻ്റെ സാക്ഷ്യം. ഈജിപ്റ്റ് ഭരിക്കുന്ന ഉന്നതനും ശ്രേഷ്ഠനുമായ ആ ഫറവോ രാജാവ് ഒരു ദൈവവൈതൽ അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ആരാണ് ഈ ദൈവവൈതൽ? അത് യോസേഫാണ്. നമുക്കറിയാം. പൊട്ടക്കിണറിൽ വീണ് സഹോദരന്മാർ തള്ളിയിട്ട് മിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വന്നു. അവിടെയും ചില ഇല്ലാത്ത തെറ്റുകൾ തൻ്റെ തലമേൽ കെട്ടിവെച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു പോയ, ജീവിതം തീർന്നുവെന്ന് മറ്റുള്ളവർ ചിന്തിച്ച ആ യോസേഫിനെ കുറിച്ച് ഫറവോൻ പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെപ്പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന വാക്ക് എടുത്തുകൊണ്ട്, ദൈവാത്മാവ് എന്ന വാക്കെടുത്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോസേഫിനെ കുറിച്ച് പറയുമ്പോൾ യോസേഫ് വളരെ ദർശനമുള്ള, ബാല്യത്തിലെ നല്ല ദൈവിക അരുളപ്പാടുള്ള, ദർശനമുള്ള, സ്വപ്നമുള്ള, ദൈവിക സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. നിങ്ങൾ ചരിത്രം അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് ആ നല്ലവനായ അവരുടെ സഹോദരനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. എന്നാൽ ആ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു അവൻ മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ അതിലൂടെ വന്ന മിദ്യാനെ കച്ചവടക്കാർക്ക് യോസേഫിനെ വിറ്റു. യോസേഫ് വന്നത് പൊത്തിഫേർ എന്ന ഫറവോൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അരികിലാണ്. അവിടെ അദ്ദേഹത്തിന് പല പോരാട്ടങ്ങൾ നേരിടേണ്ടി വന്നു, തിന്മയിലേക്കുള്ള പോരാട്ടം. അപ്പോഴെല്ലാം ഈ യവനക്കാരനെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവിന് ആലോചന കൊടുത്തു. ഞാൻ ഈ മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം കൊടുത്തു, ഉത്സാഹം കൊടുത്തു. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് യോസേഫ് അങ്ങനെ ചെയ്തത് മൂലം അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഫ്രം പിറ്റ് ടു പ്രസൻ. എന്നാൽ എന്നും പിറ്റല്ല, എന്നും കുഴിയല്ല, എന്നും പൊട്ടക്കിണറല്ല. പ്രസനായിരിക്കാം, എന്നും പ്രസനുമല്ല, എന്നും കാരാഗ്രഹമല്ല. ഫ്രം പിറ്റ് ടു പ്രസൺ. ഇപ്പോഴിതാ പ്രസണിൽ നിന്നും പാലസിലേക്ക്, ഫ്രം പ്രസൺ ടു പാലസ്, രാജകൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ രാജകൊട്ടാരത്തിൽ ഫറവോൻ കണ്ട ഒരു സ്വപ്നം അത് വിവരിക്കുവാൻ അദ്ദേഹത്തെ വിളിച്ചിരിക്കുകയാണ്. ഫറവോൻ്റെ മുമ്പിൽ നിന്നു യോസേഫ്, ദൈവാത്മാവുള്ള യോസേഫ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തതായ ചിന്തകൾ കൊണ്ട് ഫറവോൻ കണ്ട സ്വപ്നവും സ്വപ്നത്തിൻ്റെ അർത്ഥമെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ അർത്ഥം കേട്ടിട്ട് തൻ്റെ രാജ്യത്തുള്ള ശകുനവാദികളും മന്ത്രവാദികളെല്ലാം പരിശ്രമിച്ചിട്ടും കിട്ടാത്തതായ ആ കണ്ടുപിടിക്കാൻ പറ്റാത്തതായ സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും ഈ യോസേഫ് അത് വെളിപ്പെടുത്തിയപ്പോൾ ഫറവോൻ പറയുന്ന വാക്കുകളാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെപ്പോലെ ഒരുത്തനെ ഈ നാട്ടിൽ കണ്ടുകിട്ടുമോ? ഈ ഈജിപ്തിൽ കണ്ടുകിട്ടുമോ? കണ്ടുകിട്ടുകയില്ല എന്നാണ് ആ വാക്കിൽ മുഴങ്ങി നിൽക്കുന്ന ഒരു ശബ്ദം. അതേ പ്രിയരെ, പരിശുദ്ധാത്മാവ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമ്മിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ പോലും, പാപ സ്വഭാവങ്ങൾ പോലും, പാപപ്രകൃതങ്ങൾ പോലും വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. മാത്രവുമല്ല, നമ്മിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ജീവുള്ള ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരെ അംഗീകരിപ്പിക്കുവാൻ തക്കോണം നമ്മിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടാണ് യോസേഫിനെ കുറിച്ച് ഫറവോൻ അങ്ങനെ പറയാനിടയായത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം സാക്ഷ്യക്കുറവുള്ളതാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ചില അപാകതകൾ സംഭവിച്ചത് മൂലം മറ്റുള്ളവരും നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരെല്ലാം, അവനല്ലേ, അവനെ ഞങ്ങൾക്കറിയാം, അല്ലേ, അവളല്ലേ, ഇന്ന സമയത്ത് വീഴ്ച പറ്റിയവളല്ലേ, ഇന്ന കുറവുകൾ വന്നവളല്ലേ, ഇങ്ങനെയുള്ള
ദുരാരോപണങ്ങൾ നമ്മുടെ മേൽ ഉണ്ടായിരിക്കാതെ സത്യവുമായിരിക്കാം. എന്നാൽ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിച്ചാൽ നമ്മുടെ സ്വഭാവം മാറ്റി നമ്മെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച്, ഓ ഇവൻ യഥാർത്ഥ ദൈവവൈതലാണ്, ഇവൻ സത്യമായും ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, അവനെ കണ്ട് പഠിക്കുക എന്ന് പറയാൻ തക്കവണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ സാക്ഷികളാക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കും. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനോട് പറ്റി നിൽക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് സെൻസ് ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവ് എല്ലാം ഒരു വ്യക്തിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നോക്കും, പരിശുദ്ധാത്മാവ് കാണും, പരിശുദ്ധാത്മാവ് കേൾക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൽ നടത്തും. ഈ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്കും ജീവിക്കാം. ഇതെല്ലാമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഭാഗങ്ങളിലായി ദൈവാത്മാവെന്നോ പരിശുദ്ധാത്മാവെന്നോ എൻ്റെ ആത്മാവെന്നോ അങ്ങനെയെല്ലാം പറഞ്ഞ് വിവിധ നാമങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നാം ആദ്യം പഠിച്ചത് പരിശുദ്ധാത്മാവ് എന്നും വാദിക്കില്ലെന്നാണ്. എന്നാൽ പിന്നീട് പഠിച്ചത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിച്ച് നമുക്ക് സാക്ഷ്യമുള്ളൊരു ജീവിതം. അന്ന് യോസേഫ് കാരാഗൃഹത്തിലേക്ക് പോയപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും പോയത്. എന്നാൽ ഇന്ന് ആർപ്പോടെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആ രാജ്യത്തെ ഏറ്റവും സമുന്നത നേതാവായ ആ രാജാവിൻ്റെ മുന്നിൽ ഏറ്റവും സാക്ഷ്യത്തോടെ നിൽപ്പാൻ പോരാ, ആ രാജാവ് തന്നെ ഈ യോസേഫിനെ പുകഴ്ത്തുവാനും ദൈവാത്മാവുള്ള ഈ ഒരു മനുഷ്യനെന്ന് പറഞ്ഞ് അതിസംബോധന ചെയ്യുവാനും അങ്ങനെ മറ്റുള്ളവരത് കേൾക്കുവാനും നിന്ദിച്ചവരുടെ മുന്നിൽ മാന്യതയോടെ നിന്ന് കർത്താവിനെ സ്തുതിപ്പാനും പരിശുദ്ധാത്മാവ് യോസേഫിന് കൃപ നൽകി. ആ ദൈവം നമുക്കും കൃപ തരും. നിങ്ങൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയോ? നിങ്ങൾ എവിടെയെങ്കിലും തോറ്റുപോയോ? നിങ്ങൾ എവിടെയെങ്കിലും തകർന്നു പോയോ? നിങ്ങൾ എവിടെയെങ്കിലും താണുപോയോ? നിങ്ങൾ എവിടെയെങ്കിലും നിരാശപ്പെട്ടു പോയോ? സഹോദര, പ്രിയ സഹോദരി, എവിടെയെങ്കിലും തല കുമ്പിടേണ്ട അനുഭവത്തിലൂടെയാണോ മകളെ നീ നടക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നെ ഉയർത്തും, നിൻ്റെ തല പിടിച്ചുയർത്തും. താണുപോയ നിൻ്റെ തല പിടിച്ചുയർത്തി നിൻ്റെ മാന്യത നഷ്ടപ്പെട്ട സ്ഥലത്ത്, നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് മറ്റുള്ളവർ കേൾക്കെ പരിശുദ്ധാത്മാവ് പറയിപ്പിക്കും, ദൈവാത്മാവുള്ളൊരു മനുഷ്യനെന്ന്. ആ സാക്ഷ്യം ദൈവം പ്രസാദിക്കുന്ന സാക്ഷ്യമാണ്. ആ സാക്ഷ്യം കേൾക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ശരണപ്പെടാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഈ സാക്ഷ്യം, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ അവിടുന്ന് പറന്നിറങ്ങണമേ. സ്വർഗത്തിൻ്റെ പ്രാവേ, ഞങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവ് പറന്നിറങ്ങണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നിന്ന മാറ്റുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളോട് വാദിക്കുവാൻ, ഞങ്ങളെ ഉയർത്തുവാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ. നീ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ചിറകടി ശബ്ദം കേൾപ്പിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവരുടെ മേൽ ആ തലമേൽ വന്ന് പറന്നിറങ്ങണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, അടിയൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ അവിടുന്ന് പറന്നിറങ്ങണമേ. അവർ ഹൃദയത്തോട് വാദിക്കണമേ. അവരെ സകല സത്യത്തിലും വഴി നടത്തണമേ. അവരുടെ നിന്ദകൾ മാറ്റണമേ. അവരെക്കുറിച്ചുള്ള ദൈവിക സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഘോഷിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോയ, ക്ഷീണിച്ചു പോയ, അപകാശ വിഷയമായി പോയ ചിലരെയെല്ലാം പരിശുദ്ധാത്മാവ് സന്ദർശിക്കുന്നുണ്ട്. അവരുടെ ഒരു കാലത്ത് അവർക്ക് അപമാനം വന്ന സ്ഥലത്ത് തന്നെ മാന്യത വരുത്തുവാൻ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കൂ, പരിശുദ്ധാത്മാവിനെ മാനിക്കൂ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കൂ, പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യൂ, പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റ് ചെയ്യൂ, പരിശുദ്ധാത്മാവിനെ ഫോളോ ചെയ്യൂ, പരിശുദ്ധാത്മാവിനെ ഓണർ ചെയ്യൂ. അങ്ങനെ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള 2 കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഇന്ന് പഠിച്ചത്. നമ്മൾ 3 കാര്യങ്ങൾ 2 എപ്പിസോഡുകളിലായി പഠിച്ചു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ബുക്ക് പുറപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എവിടെയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ചിന്തിക്കാം, നമുക്ക് പഠിക്കാം. പഠനത്തിലുപരിയായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. അതിന് കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുമായി സംസാരിക്കാം. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവനാമം മഹത്വം.